KSRTCയിൽ പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയതോടെ വൻ നഷ്ടത്തിലായി കാസർകോട്ടെ സ്വകാര്യ ബസ്സുകൾ ജി-ഫോം നൽകി സർവീസ് നിർത്തിവെക്കാൻ തുടങ്ങി. 15 സ്വകാര്യ ബസ്സുടമകൾ ഇന്ന് ജി-ഫോം നൽകി. ജൂലൈ 1 മുതൽ കാസർകോട്ടെ 200ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കും. സ്വകാര്യ ബസ്സുകളുടെ ത്രൈമാസ നികുതി അടവിന്റെ കാലപരിധി ജൂൺ 30-ന് അവസാനിക്കവെയാണ് സർവീസുകൾ വൻ നഷ്ടത്തിലായത് കണക്കിലെടുത്ത് കാസർകോട്ടെ സ്വകാര്യ ബസ് ഉടമകൾ ഇനി നികുതി അടയ്ക്കേണ്ടെന്ന് തീരുമാനിച്ച് ജി-ഫോം നൽകാൻ തുടങ്ങിയത്. 1 വർഷം വരെ സർവീസ് നടത്തുന്നില്ലെന്ന് ജി-ഫോം എഴുതി നൽകിയ സ്വകാര്യ ബസ് ഉടമകൾ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. വണ്ടി ജി-ഫോം കൊടുത്ത് റിസിപ്റ്റാണ് അത്. എനിക്ക് വണ്ടി മൈൻറ്റൻസ് ആക്കാൻ കഴിയുന്നില്ല. നല്ലോണം കളക്ഷൻ കുറഞ്ഞുണ്ട്. 23-24 വണ്ടിക്ക് ഇപ്പോൾ 16 മുകളിൽ പോകുന്നില്ല. അപ്പോൾ ഒരു ട്രിപ്പ് 10 രൂപ മുകളിൽ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്നും ഒഴിഞ്ഞ് കിട്ടുന്നില്ല. അതുകൊണ്ട് വണ്ടി മൈൻറ്റൈൻ ആക്കത്തികൊണ്ട് ആ ബസ് കയറ്റി വെച്ചിട്ടുണ്ട്. പുതിയ ബസ് 2025 ആഗസ്റ്റ് ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. ആകെ 8 മാസം വണ്ടി റോഡിൽ ഓടിയത്. ജൂൺ 30 കഴിയുന്നതോടെ കാസർഗോഡ്, ഹൊസ്ദുർഗ് താലൂക്കുകളിലായി 200ഓളം ബസ്സുകൾ ജി-ഫോം നൽകി സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. നിലവിൽ 15 ബസ്സുകൾ ജി-ഫോം നൽകി കഴിഞ്ഞു. സ്വകാര്യ ബസ്സുകൾ കൂട്ടത്തോടെ നിർത്തലാക്കുന്നത് പല റൂട്ടുകളിലും കോളേജ് വിദ്യാർത്ഥികൾ, സ്കൂൾ കുട്ടികൾ എന്നിവരുടെ യാത്രയെ സാരമായി ബാധിക്കും. മംഗലാപുരം കണ്ണൂർ റൂട്ടിൽ 8 മാസം മുൻപ് സർവീസ് തുടങ്ങിയ പുതിയ സ്വകാര്യ ബസിന്റെ ഉടമയടക്കം ജി-ഫോം നൽകി കഴിഞ്ഞു. കാസർകോട്ടെ 5 ബസ്സുകളുടെ ഉടമ 2 ബസ്സുകളുടെ സർവീസ് അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇപ്പൊ നാളെ മറ്റേ ജി-ഫോം കൊടുക്കുന്നത് 3 വണ്ടി കൊടുക്കേ വേണം. 5 വണ്ടിയുണ്ട്. 5 വണ്ടി ഞങ്ങൾക്ക് പിന്നെ ഒരേ ഉള്ളോട്ട് റൂട്ടിൽ പോകുന്ന വണ്ടി ഇല്ലാഞ്ഞിട്ട് ഒന്ന് മുള്ളേരി വരെ വരും. ബാക്കിയുള്ള വണ്ടി ഇങ്ങോട്ട് വരില്ല. ആളൊന്നും ഇല്ലാതെ ആ സ്ഥിതിക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകണം നമുക്കറിയില്ല. പിന്നെ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനമെടുത്ത് നമ്മളെ രക്ഷിക്കണം. അവർ കാഞ്ഞങ്ങാട്, കളനാട്, കാസർഗോഡ്, തലപ്പാടി, നീലേശ്വരം, പയ്യന്നൂർ, ബന്തെടുക്ക, കാസർഗോഡ് റൂട്ടുകളിലെല്ലാം KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയതോടെ സ്വകാര്യ ബസ്സുകൾ വൻ നഷ്ടത്തിലാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.